അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫലാ തറും ബിൽ മആസി കസ്റ ശഹ്വതിഹാ ഇന്നത്ത് തആമ യുഖവ്വി ശഹ്വതൻ നഹിമി والنفس كالطفل إن تهمله شب على حب الرضاع وإن تفطمه ينفطم فاصرف هواها وحاذر أن توليه إن الهوى ما تولى يصمي أو يصم وراعها وهي في الأعمال سائمة وإن هي استحلت المرعى فلا تسم كم حسنت لذة للمرء قاتلة من حيث لم يدر أن السم في الدسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, കഴിഞ്ഞ പാഠത്തിൽ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അമ്മാറത്തും ബിസ്വായ നഫ്സിന്റെ ദൂഷ്യാവസ്ഥകളെക്കുറിച്ചും അതിൽ നിന്ന് മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചപ്പോൾ അതിന്റെ ബാക്കി എന്നോണം മഹാനവറുകൾ പറയുകയാണ്, ഫലാ തറും ബിൽ മആസി കസ്റ ശഹ്വതിഹാ ഇന്നത്ത് തആമ യുഖവ്വി ശഹ്വതൻ നഹിമി. ഫലാതറും, മനുഷ്യ, ഒരിക്കലും നീ ഉദ്ദേശിച്ചു പോകരുത്, ബിൽ മആസി, നിന്റെ ദോഷങ്ങൾ ചെയ്യലുകൊണ്ട്, കസ്റ ശഹ്വതിഹ, ആ ദോഷം ചെയ്യാനുള്ള താല്പര്യത്തെ, അത് ചെയ്യാനുള്ള വികാരത്തെ ഒടിച്ചു കളയാൻ, അതിനെ ഛേദിച്ചു കളയാൻ, അതിനെ മുറിച്ചു കളയാൻ എന്നൊരു ഉദ്ദേശം നിനക്കുണ്ടാവരുത്. ഏതുപോലെ ഇന്നത്ത് തആമ യുഖവ്വി ശഹ്വതൻ നഹിമി, ഒരു ഭക്ഷണത്തിന്റെ രുചി ഒരാൾക്ക് അറിയുന്നില്ല, അതൊന്ന് കഴിച്ചു നോക്കാം എന്നിട്ട് ഇനി കഴിക്കാതിരിക്കാം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ, ഇന്നത്ത് തആമ, നിശ്ചയം ഭക്ഷണം, യുഖവ്വി, അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക, ശഹ്വതൻ നഹിമി, അതിനോടുള്ള അമിതമായ താല്പര്യത്തെ. നഹിമ് എന്ന് പറഞ്ഞാൽ ആ ശരീദു ശഹ്വ എന്നാണ്. ശക്തമായ താല്പര്യത്തെയും വികാരത്തെയും അതൊന്നുകൂടി വർദ്ധിപ്പിക്കും. വീണ്ടും ആ ഭക്ഷണം ഒന്നുകൂടി കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ആ ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത ഒരാളാണെങ്കിൽ, ആ തരത്തിൽപ്പെട്ട ഭക്ഷണം നേരത്തെ കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് അതേക്കുറിച്ച് അറിയുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് അത് വർജിക്കുന്നതിന് പ്രയാസമില്ല. നേരെ മറിച്ച് ഒരു തവണ അതിന്റെ രുചി അറിഞ്ഞാൽ വീണ്ടും അത് കഴിക്കണമെന്ന താല്പര്യമുണ്ടാകും. എന്നതുപോലെ പാപങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കാതെ അത് ചെയ്യുന്നതാണ് അതിൽ നിന്ന് പിന്മാറാനുള്ള മാർഗം എന്നുള്ള ആ ഒരു ഞൊണ്ടി ന്യായം, ആ വളഞ്ഞ ഒരു ന്യായീകരണം, അതൊരിക്കലും മനുഷ്യന് നന്നല്ല. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അതിലൂടെ പഠിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, ഇയ്യാക അൻ തഖ്ദഅക നഫ്സുക്, നിന്റെ ശരീരം നിന്നെ ചതിച്ചു കളയുന്നത് നീ ശ്രദ്ധിക്കണം. ശരീരം പറയും, ഈ ഒരു കാര്യമല്ലേ, അതൊന്ന് ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറാമല്ലോ, മറ്റൊന്നിലേക്ക് പോകാതിരിക്കാമല്ലോ, അതങ്ങോട്ട് ചെയ്താൽ ആ ചിന്ത അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ എന്ന ആ ഒരു താല്പര്യം ഒരുപക്ഷെ മനസ്സ് തോന്നിപ്പിച്ചിട്ട് വീണ്ടും അതിലേക്കുള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാക്കി തീർക്കുന്നത് നീ വളരെ അധികം ശ്രദ്ധിക്കണം. അതിന് ഉദാഹരണമായിട്ട് ഇമാം ബൂസീരി പറഞ്ഞതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ മൽദൂദാത്തു തആം, രുചികരമായ ഭക്ഷണങ്ങൾ അത് രുചി അറിയാത്ത ഒരാൾ കഴിക്കാൻ തീരുമാനിച്ചാൽ അത് കഴിക്കാനുള്ള താല്പര്യം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയല്ലാതെ അത് ഒഴിവാക്കാനോ വർജിക്കാനോ ഉള്ള ആ ഒരു താല്പര്യമല്ലല്ലോ മനുഷ്യനുണ്ടാകുക. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അതേക്കുറിച്ച് അറിയില്ല എന്ന് വെച്ച് അതിൽ നിന്ന് മാറി നിൽക്കാം. അറിഞ്ഞ സ്ഥിതിക്ക് പിന്നീട് അതിന്റെ രുചിയും രസവും അറിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന താല്പര്യം മാത്രമേ ആ മനുഷ്യനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്മാറാമെന്ന ആ ഒരു വ്യാമോഹം അത് നിനക്കില്ലാതിരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്. മേൽപ്പറഞ്ഞ ആശയത്തിന് വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഇമാം ബൂസീരി തങ്ങൾ അടുത്ത ബൈത്തിലൂടെ വിശദീകരിക്കുന്നു. വന്നഫ്സു കത്ത്ഫ്ലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി, മനുഷ്യ ശരീരം മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ്. നേരത്തെ അതിന് മുലപ്പാലിന്റെ രുചി അറിയില്ലായിരുന്നു, ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അതിനെ വർജിക്കാനേ അതിന് കഴിയുന്നില്ല. അതിനുവേണ്ടി കരച്ചിലായി, നിലവിളിയായി. അല്പസമയം വൈകിയാൽ പിന്നീട് ബഹളമായി. ആ കുട്ടിയെ മുലകുടി പ്രായത്തിൽ മുല കൊടുക്കുകയും അതിൻ്റെ സമയമാകുമ്പോൾ മുലകുടി നിർത്താനുള്ള ശ്രമം ഉമ്മ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ആ കുട്ടി മുലപ്പാല് കുടി നിർത്തില്ല. അപ്പോൾ മുലകുടി നിർത്താനുള്ള ശ്രമം രക്ഷിതാവ് നടത്തിയേ പറ്റൂ, എങ്കിലേ കുട്ടി മുലകുടി അവസാനിപ്പിക്കുകയുള്ളൂ. വന്നഫ്സു കത്ത്ഫ്ലി, നഫ്സ് ഒരു കുഞ്ഞിനെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, അതിനെ നീ ശ്രദ്ധിക്കാതെ അവഗണിച്ചു വിട്ടാൽ, മുല കുടിക്കുന്ന അവസ്ഥയിൽ തന്നെ കുട്ടിയെ അങ്ങ് വിട്ടേച്ച് കളഞ്ഞാൽ, ശബ്ബ,
ആ കുട്ടി വളർന്നു യുവാവാകും. അലാ ഹുബ്ബിർ റദാഅ്, മുല കുടിക്കണമെന്ന ഇഷ്ടത്തോടെ താല്പര്യത്തോടെ ആ ചിന്തയോടെ കുട്ടി അങ്ങോട്ട് വളർന്നു വലുതാകും. അതായത് അവൻ എത്ര വലുതായി വലിയൊരു മനുഷ്യനായാലും അപ്പോഴും അവന് ഉമ്മയുടെ മുലപ്പാൽ കൂടി നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാകും. വഇൻ തഫ്തിംഹു, ആ മുലകുടിയിൽ നിന്ന് കുഞ്ഞിനെ തടയുകയും അതിനെ വിരമിപ്പിക്കാൻ ആവശ്യമായ ഹിക്കുമത്തുകളും ട്രിക്കുകളുമൊക്കെ ഉമ്മ ഉപയോഗിക്കുകയും ചെയ്താൽ എംഫത്തിമി, കുട്ടി ആ മുലകുടിയിൽ നിന്ന് മാറി നിൽക്കും, അത് അവസാനിക്കും, സ്വാഭാവികമായിട്ട് അത് ഇല്ലാതെയാകും. അതല്ലാതെ അതിനങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അതങ്ങനെ മുല കുടിച്ചുകൊണ്ടേ ഇരിക്കും. അതേമാതിരി മനുഷ്യൻ തിന്മയുടെ മരുപ്പച്ചയിലൂടെ മനുഷ്യൻ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നീങ്ങിപ്പോയാൽ അതിനെ തടുക്കാനോ അതിനെ നിയന്ത്രിക്കാനോ ആ സ്ഥാനത്ത് നന്മകൾ ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തെ അവൻ ഹക്കിന്റെ പാതയിൽ പരിശീലിപ്പിക്കാനോ തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ മനുഷ്യൻ ഭൂമിയാകുന്ന ഈ ഉമ്മയുടെ മുലപ്പാലാകുന്ന അതിൻ്റെ സുഖസൗകര്യങ്ങളെയും അതിൻ്റെ ആസ്വാദനങ്ങളെയും അങ്ങനെ ആസ്വദിച്ച് അവൻ അങ്ങനെ വളർന്നു വലുതായി അവൻ അവസാനം അങ്ങനെ തന്നെ ആ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്ന, അവൻ മണ്ണിൽ ഒടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിൻ്റെതായ സമയത്ത് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് അതിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മനുഷ്യൻ വളരെ കഠിനമായ രൂപത്തിൽ നടത്തിയെങ്കിൽ മാത്രമേ ഈ അമ്മിഞ്ഞപ്പാല് കുടി നിർത്തുകയുള്ളൂ എന്ന ആശയമാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. കുട്ടിയുടെ മുലപ്പാല് കുടി അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല ഒരു ഉമ്മയുടെ ഉത്തരവാദിത്വം. മറിച്ച് ആ കുട്ടിക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ കൊടുത്ത് അവന്റെ ശരീരപുഷ്ടിയുടെ കാര്യം പരിഗണിക്കുക കൂടി ചെയ്യണം. കുട്ടിക്ക് ആവശ്യമായ അളവിലും കുട്ടിയുടെ ആരോഗ്യത്തിന് അനുഗുണമായ രൂപത്തിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ പരിശീലിപ്പിക്കുക കൂടി വേണം. എന്നിട്ട് ഈ മുലപ്പാലിനെ കുറിച്ചുള്ള ഓർമ്മ കുട്ടിയുടെ മനസ്സിൽ നിന്നില്ലാതെയായി അവൻ പുതിയതായി തുടങ്ങിയ ഭക്ഷണത്തിലേക്കുള്ള താല്പര്യം അവന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. എന്നതുപോലെ തിന്മകളിൽ നിന്ന് മോചിതനാവുക എന്നത് മാത്രമല്ല ഒരു മനുഷ്യനെ കൊണ്ട് ലക്ഷീകരിക്കപ്പെടുന്നത്, മറിച്ച് നന്മകൾ തൽസ്ഥാനത്ത് ചെയ്യുക എന്നതുകൂടിയാണ്. എന്നിട്ട് ആ നന്മയുടെ മനുഷ്യന് താല്പര്യമുണ്ടാവണം. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ തിന്മയെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലാണ് അതിന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തിന്മകളിലേക്ക് മാത്രമേ അതിന് താല്പര്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ നന്മ എന്നത് ഒരിക്കലും ശരീരത്തിന് പ്രകൃതിയായി ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ആ ഇഷ്ടമില്ലാത്ത സാധനത്തെ ഒരിഷ്ടമുള്ള ഒരു സംഭവമാക്കി മാറ്റുന്നത് വരെയുള്ള ജിഹാദ്, അതിനുള്ള അധ്വാനം, അതിനുള്ള കഠിനമായ പരിശ്രമം, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ ജീവിതം സാർത്ഥകമായി മാറുന്നത്. നോക്കൂ നിങ്ങൾ, മനുഷ്യന് രണ്ട് കാര്യം അവന്റെ മുന്നിൽ നിർത്തപ്പെടുകയും അതിൽ ഒന്ന് അവന്റെ ശരീരത്തിന് ആകർഷണമുള്ളതും മറ്റേത് കുറച്ച് ഭാരമുള്ളതുമാണെങ്കിൽ ആ ഭാരമുള്ളത് അവൻ തിരഞ്ഞെടുക്കണമെന്നാണ്. ഹിക്കം എന്ന് പറയുന്ന വളരെ തത്വചിന്തകൾ അടങ്ങിയിരിക്കുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: ഇതിൽ തബസ അലൈക അംറാൻ, രണ്ട് കാര്യം നിനക്ക് ഏതാണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഫൻദുർ അയ്യുഹുമ അസ്കൽ, അതിൽ നിന്ന് ഏറ്റവും ഭാരം കൂടിയത് ഏതാണെന്ന് നോക്കുക. ഫഇന്നഹു ലാ യസ്കുറു അലൈഹ ഇല്ലാ മാ കാന ഹഖ്ഖ, മനുഷ്യ ശരീരത്തിന് ഹക്കായ കാര്യമല്ലാതെ ഭാരമായി തോന്നില്ല. ബാത്തിലായ കാര്യങ്ങളൊന്നും ഒരു ഭാരം ഉണ്ടാവില്ല, ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഭാരമുള്ളത് തിരഞ്ഞെടുക്കുകയാണ് ഒരു ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു സംശയം വരും, ഈ ബുദ്ധിയും തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യനെ ഒരു ചെറിയ കുഞ്ഞിനോട് ഉപമിച്ചത് അത്ര ശരിയായില്ലല്ലോ. എന്നാൽ അതിനെ മറുപടി മഹാനായ ഇമാം ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യനെ കുഞ്ഞിനോട് ഉപമിച്ചതിൽ എന്താണ് കുഴപ്പം? കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഖൈറും ഷർറും അറിയാത്തൊരു പ്രായമാണ്, ഹക്കും ബാത്തിലും തിരിയാത്ത ഒരു സാഹചര്യമാണ്. ഈ മനുഷ്യനും അതേപോലെ തന്നെ അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്കും താല്പര്യത്തിനും വശംവദനായി അവൻ സത്യത്തെയും അവന്റെ അറിവിനെയൊക്കെ അവൻ അവഗണിക്കുമ്പോൾ അവൻ ഒരു അറിവുമില്ലാത്ത, അവനൊരു ബോധവുമില്ലാത്ത, ഖൈറും ഷർറും തിരിച്ചറിയാത്ത ഒരു കുഞ്ഞിനെ പോലെയായി മാറുകയാണ്. അതുകൊണ്ടാണ് വന്നഫ്സു കത്തിഫ്ലി എന്ന് പറയാനുള്ള കാരണം എന്ന് അദ്ദേഹം വളരെ സമർത്ഥമായി വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണ്. ഫസ്രിഫ് ഹവാഹാ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മിഉ യസ്മി. മാഷാ അല്ലാഹ്, എത്രമാത്രം അർത്ഥഗംഭീരമായ വരികളാണ് ഇമാം ബൂസൈരി തങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഫസ്രിഫ് ഹവാഹ, അതുകൊണ്ട് ആ ശരീരത്തിന്റെ ഹവയെ, ഇച്ഛയെ, താല്പര്യങ്ങളെ നീ ഒന്ന് തിരിച്ചുവിടും. അതിങ്ങനെ വരുന്ന റൂട്ടിനെ മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചുവിടുക. വഹാദിർ, നീ വളരെയധികം പേടിക്കണം, ജാഗ്രതയോടെ നിൽക്കണം. അന്തുവല്ലിയഹു, ആ നഫ്സിന്റെ ഹവക്ക്, അതായത് അതിന്റെ താല്പര്യങ്ങൾക്ക് ആധിപത്യവും അധികാരവും കൊടുക്കുന്ന കാര്യത്തിൽ നിന്നിൽ മേഞ്ഞു നടക്കാനും നിന്നെ കീഴ്പ്പെടുത്താനുമുള്ള ഒരു പരമാധികാരം നിന്റെ ശരീരത്തിൽ നിന്ന്
വരുന്ന താല്പര്യങ്ങൾക്കും നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾക്കും നീ കൽപ്പിച്ചു കൊടുത്താൽ അത് നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് അധികാരം കൊടുക്കരുത്. നിന്നിലേക്ക് അത്തരം ചിന്താഗതികൾ കടന്നു വരും, നിന്നിൽ നിന്ന് പാപങ്ങളും ദോഷങ്ങളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അതിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം നടത്തുകയും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടി മടങ്ങുകയും ചെയ്യുക എന്നല്ലാതെ അതിന് അധികാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധീശത്വം പുലർത്താനുള്ള ഒരു അവസ്ഥ ഒരിക്കലും ആ തിന്മകൾക്ക് നിന്റെ മേലിൽ നീ കൽപ്പിച്ചു നൽകരുത്. എന്തുകൊണ്ട്? ഇന്നൽ ഹവ, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഇച്ഛാപരമായ ചിന്തകളും താല്പര്യങ്ങളും മാത്രമല്ല യുസ്മി, അത് വല്ലപ്പോഴും മനുഷ്യനിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ രണ്ടാലൊരു കാര്യം സംഭവിക്കും. യുസ്മി, ഒരുപക്ഷെ അത് മനുഷ്യനെ വധിച്ചു കളയും. ഔ യസ്മി, അതല്ലെങ്കിൽ അവനെ മാനം കെടുത്തി കളയും. യുസ്മി എന്ന് പറഞ്ഞാൽ ഐ യഖ്തുൽ എന്നാണ്, അത് അവനെ കൊന്നു കളയും. അല്ലെങ്കിലോ യസ്മി ഐ യഈബ്, അവനെ അഴിബാക്കി കളയും. ഒരുപക്ഷെ അവനെ എറിഞ്ഞു കൊല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അവനെ വധിക്കേണ്ട ഒരു കാര്യമായിരിക്കും ആ കുറ്റം. ചില തെറ്റുകൾ ചെയ്താൽ മനുഷ്യനെ കൊല്ലാം എന്നതാണ് ശരീഅത്തിന്റെ നിയമപ്രകാരമുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ വധത്തിന് അത് കാരണമാകും. അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അവന്റെ നിലയും വിലയും നഷ്ടപ്പെട്ട് അവൻ മാനം കെട്ട് അഴിബായി പോകും. ഈ രണ്ടാലൊരവസ്ഥ ആ തെറ്റുകുറ്റങ്ങൾക്ക് ആധിപത്യം ചെലുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മനുഷ്യ നിന്നിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും നിന്റെ ശരീരത്തിന്റെ ഇച്ഛാപരമായ താല്പര്യങ്ങൾക്ക് നീ ആധിപത്യം ചെലുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുതേ. നീ അതിനെ വളരെയധികം പേടിക്കണം എന്നാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അങ്ങനെ ആധിപത്യം ചെലുത്തുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ തിന്മകൾ മാത്രം, അതിനാണ് മുൻഗണന. നന്മകൾക്ക് തീരെ അവിടെ സ്ഥാനമേ ഇല്ല. മനുഷ്യനാണ്, മനുഷ്യന്റെ ശരീരം അമ്മാറത്തും ബിസ്വാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചിന്താഗതികളിൽ ഒരുപക്ഷെ മോശപ്പെട്ട ചിന്തകളും പ്രവർത്തനങ്ങളിൽ തിന്മകളും ഒക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്മാറുക. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, തൗബ ചെയ്തു മടങ്ങുന്നവൻ ദോഷമില്ലാത്തവനെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തൗബ ചെയ്തു മടങ്ങുക, തിന്മയിൽ നിന്ന് മോചിതനാവുക, അതിൽ നിന്ന് സലാമത്താവാനുള്ള കഠിനമായ ശ്രമം നടത്തുക എന്നല്ലാതെ അതിന് ആധിപത്യം ചെലുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് വല്ലാത്ത നഷ്ടമായി മാറും. അത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിന്റെ നാശത്തിന് കാരണമാകുമെന്ന വളരെ ഗൗരവതരത്തിലുള്ള ഉപദേശമാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അനുസരിക്കാനും അച്ചടക്കത്തോടുകൂടി ജീവിക്കാനും തിന്മകളിൽ നിന്ന് പിന്മാറാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണ ബോധത്തോടെ ജീവിക്കാനും ഖാലിഖായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ എന്ന ദുആയോടുകൂടി ഇന്നത്തെ ചെറിയ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.